ഹലോ ഫ്രണ്ട്സ്, ആശിസ് കാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇടുക്കിയുടെ പിന്നാമ്പുറങ്ങളിലെ കാഴ്ചകൾ തേടിയുള്ള യാത്രക്കിടയിൽ ഞങ്ങൾ ചെന്നെത്തിയത് ഒരു ക്വാറിയിലാണ്. വെറും ക്വാറിയല്ല, മാർബിൾ ഖനനം ചെയ്യുന്ന ക്വാറി. അതിൻ്റെ വിശേഷങ്ങളൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ഗൈസ്, അപ്പോൾ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോകുന്നത് ബാലഗ്രാം കഴിഞ്ഞ് താന്നിമൂട് തേർഡ് ക്യാമ്പ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് പുറ്റടിയിലേക്കാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ 4 പേരാണ് ഇന്ന് നമ്മൾ ട്രിപ്പ് പോകുന്നത്. നമ്മുടെ വണ്ടി ഓടിക്കുന്നത് ഹാഷിമാണ്. ഹാഷിം ഒരു കാര്യം കാണിച്ചടാ. ഹായ്. പിന്നെ ഇത് പുറകിലുള്ളത് ഒന്ന് അൻവറിനെ നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ഉള്ളത് സമദ് നമ്മുടെ തൂക്കുപാലത്തെ മൊബൈൽ ടെക്നീഷ്യനാണ്. അപ്പം ഞങ്ങൾ 4 പേരൂടെ ഇന്ന് ചുമ്മാ ഇരുന്നപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അതുകൊണ്ടാണ് ഇന്ന് ട്രിപ്പ് പോകുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വഴിയെ കാണാം. അങ്ങനെ നമ്മളിതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് കണ്ടോ ഗൈസ്, ആ മേഘം കണ്ടോ ഗൈസ്, നല്ല അടിപൊളി ഒരു വ്യൂ ആണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. എന്ത് രസമാണ് ഗൈസ്, ഇതാ കണ്ടോ ഗൈസ്. ഈ വഴിയാണ് നമുക്ക് കയറി പോകേണ്ടത്. ഇത് ഇരിക്കുന്നത് നമ്മുടെ തേക്കടി മൂന്നാർ തേക്കടി റൂട്ടിലാണ് ഈ സംഭവം ഉള്ളത്. വാവ്, ലുക്ക് അറ്റ് ദ സ്കൈ ഗൈസ്. ഗൈസ്, നമ്മുടെ പ്ലാനിൽ ചെറിയൊരു മാറ്റം വന്നിരിക്കുകയാണ്. ഇവിടെ വണ്ടി വരത്തില്ല, അതുകൊണ്ട് നമ്മൾ റിവേഴ്സ് പൊയ്ക്കൊണ്ടിരിക്കുന്ന സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ മൂന്നാർ കുമളി ഹൈവേയിലുള്ള ഒരു വഴിയാണ്. ഈ വഴിയുടെ ഇവിടെ വന്നിട്ട് നമുക്ക് ബോർഡൊന്നും കാണാൻ പറ്റുകയില്ല. ഇങ്ങനൊരു പാറ കാണും, അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് തിരിച്ച് ഈ കോൺക്രീറ്റ് വഴി കയറി വന്നാൽ മതി. വണ്ടി പോകുകയില്ല, വണ്ടി വഴിയിൽ ഇട്ടിട്ട് വേണം വരാൻ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒടുക്കത്തെ കയറ്റമാണ് ഗൈസ്. ഇത് അങ്ങോട്ട് നമുക്ക് ശ്വാസം മുട്ടുന്നു ഗൈസ്. ഈ ഒരു ചേട്ടൻ താഴെ നിന്ന് കയറി വരുന്നുണ്ടേ. ഗൈസ്, അത് കണ്ടോ ഗൈസ്, ആകാശം കണ്ടോ ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. ഒന്ന് ചുറ്റി കാണിച്ചു തരാം. നമ്മൾ വന്ന വഴിയാണ് ഈ കാണുന്നത്. നല്ല തെളിഞ്ഞൊരു ദിവസം. ഇന്നലെയൊക്കെ നല്ല മഞ്ഞായിരുന്നു ഗൈസ്. ഇന്നതാ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളങ്ങനെ നമ്മുടെ പാറക്കൂട്ടങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. Walking alone, the streets are empty. The only thing I can see is my own silhouette. I'm getting stronger, step by step. The clock is ticking, but ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇങ്ക പ്രവേശിക്ക കൂടാതെ എന്നെങ്ങാണ്ടാണെന്നാണ് നമ്മുടെ തമിഴ് വായിക്കാൻ അറിയാവുന്ന ഒരു പയ്യൻ പറയുന്നത്. ഇത് കണ്ടോ ഗൈസ്, ഇതിൻ്റെ ഇവിടെ ഒരു കട്ടിങ് ഒക്കെ കണ്ടോ ഗൈസ്, അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നു. ഇവിടെ ഒരു വലിയ കുളമാണ്. നല്ല താഴ്ചയുള്ളൊരു കുളമാണെന്നാണൊക്കെ തോന്നും, പക്ഷേ എന്തോ ഒരടി താഴ്ച ഇല്ല അതിന്. ഇതുകൊണ്ടോ ഗൈസ്, ഇത് മൊത്തം കുഴികളാണ്. ഇതെന്തോ പൊട്ടിക്കാനായിട്ട് തമരടിച്ചേക്കുന്നതെന്നാണ് തോന്നുന്നത്. ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആരും ഇവിടെ ഇല്ല, നമ്മുടെ കൂടെയും ഇല്ല. ഇതിനവിടെ പുല്ല് പൊളിത്ത് നിൽക്കുകയാണ് ഗൈസ്.
the sky. We are heroes ഗൈസ്, അപ്പോൾ നമ്മളിതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഞങ്ങൾ വന്നപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നിൽക്കുകയാണ്, നല്ല വെട്ടമുണ്ട്. നിങ്ങൾ അങ്ങോട്ട് നോക്കൂ, ഇതാ അവിടെ കാണിച്ച്, അവിടെ അതാ കല്ലുകളൊക്കെ, വേസ്റ്റ് കല്ലുകൾ വന്ന് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് മാർബിളിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തതാണ്. ഇവിടെ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ കട്ട് ചെയ്ത് വന്ന പകുതി വെച്ച് കണ്ടവർ നിർത്തിയിട്ട് പോയതെന്നാണ് തോന്നുന്നത്. ഇതിനെന്തോ സ്റ്റേ കിട്ടി അങ്ങനെ കാര്യങ്ങളാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമുക്കത് അറിയാവുന്ന ആരെയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് ചോദിക്കാൻ പറ്റും. ഇത്ര വർഷം നമ്മളിതിൻ്റെ അടുത്ത് തന്നെ താമസിച്ചിട്ടും ഇതുവരെ ഇത് നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, വളരെ നഷ്ടമാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ നഷ്ടമാണ്. ഇപ്പോഴെങ്കിലും ഇവിടെ വരാൻ സാധിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ ചെറിയൊരു സന്തോഷമുണ്ട്. ഇവിടെ നമ്മുടെ തൂക്കുവാളത്ത് നിന്ന് ഒരു 15 കിലോമീറ്റർ അല്ലെങ്കിൽ 20 കിലോമീറ്റർ ആ ഒരു ഡിസ്റ്റൻസിലാണ് ഈ സ്ഥലം ഉള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ 2 രീതിയിൽ നമുക്കിതിനെ വിശകലനം ചെയ്യാൻ പറ്റും. കാരണം ഒന്ന്, നമുക്ക് ഉപകാരമുള്ളൊരു സംഭവം തന്നെയാണ്. കാരണം മാർബിള്, ഗ്രാനൈറ്റ് അതൊക്കെ ഇപ്പോൾ വീട്ടിൽ അത്യന്താപേക്ഷികം ഒരു ഘടകം തന്നെയായിട്ട് മാറിയിരിക്കുകയാണ്. അതില്ലാത്ത വീടുകൾ തീരെ ചുരുക്കമായിരിക്കും. പക്ഷേ വേറൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ എന്താ പറയുക, ഇത് നമ്മുടെ പ്രകൃതിയെ തന്നെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഇവിടെ ഇങ്ങനെ പാറകൾ ഖനനം ചെയ്യുന്നത് വഴി ഭൂചലനം ഉണ്ടാകാനും ഇവിടെയുള്ള കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിതിനെക്കുറിച്ചൊരു കറക്റ്റ് ഒരു റിവ്യൂ പറയാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. കാരണം ഇതാണ്, നമുക്ക് ഗുണവുമാണ് എന്നാൽ തന്നെ ദോഷമാണ്. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വന്ന് കണ്ട് സന്തോഷിച്ച് അങ്ങ് പോവുക. പിന്നെ ഇവിടെ ഇപ്പോൾ പ്രവർത്തനമില്ല, അതുകൊണ്ട് നമുക്കങ്ങനെ വലിയ ദോഷങ്ങളായിട്ട് വരത്തില്ല. അതുകൊണ്ടായിരിക്കണം ഇത് എന്തെങ്കിലും ദോഷങ്ങൾ വന്നിട്ടായിരിക്കണം ഇതിൻ്റെ പ്രവർത്തനം ഇവിടെ നിർത്തിവെച്ചത്. അപ്പോൾ സംഭവം എന്താണെങ്കിലും ഇത് പാതി വഴിയിൽ നിർത്തിപ്പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി വരും കാലങ്ങളിൽ ഇത് തുറക്കുമെന്നും പറയാൻ പറ്റുകയില്ല, തുറക്കത്തില്ല എന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുകയില്ല. എന്താണെങ്കിലും ഇപ്പോൾ നിലവിലുള്ള സ്ഥിതി എന്ന് പറയുമ്പം നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് വലിയ ദോഷമായിട്ട് നമുക്കിപ്പോൾ പറയാൻ പറ്റുകയില്ല. പിന്നെ ഇത്ര മനോഹരമായ ഒരു സ്ഥലം കണ്ട് സംതൃപ്തി അണഞ്ഞ് പോകുക എന്ന് മാത്രമേ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫ്രണ്ട്സ്, നമ്മൾ ആ കല്ലുകൂട്ടത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. നല്ല കടൽ തീരത്ത് കല്ല് കൂട്ടിയിട്ടിരിക്കുന്നവരാണ്. ഇത് ഈ കല്ലിൻ്റെയൊക്കെ വെട്ട് പീസുകൾ വേസ്റ്റ് വരുന്നതാണ് ഈ കൂട്ടിയിട്ടിരിക്കുന്നത്. പല കല്ലുകളും നല്ല ഡിസൈനിൽ തന്നെയാണ് കൊത്തിയിരിക്കുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് ഫുള്ള് കാണാനായിട്ട്. ഇതാ അവിടെ അവന്മാർ ക്യാമറയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ഔട്ട്റോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവന്മാർ 3 പേരോട് പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് ആ പാറമട ക്വാറി, മാർബിൾ ക്വാറി. ഇടുക്കിയുടെ കാഴ്ചകൾ വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ്. ഇടുക്കി ജില്ലയിലേക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും സീനറികൾ മാത്രമേ ഉള്ളൂ. നമുക്കത് കാണാൻ പറ്റുന്ന കാഴ്ചകൾ മാത്രമാണ് ഇടുക്കി ജില്ലയിലുള്ളത്. ഒരു ജില്ലയുടെ 90% ഇതുപോലെ വളരെ മനോഹരമായ സ്ഥലങ്ങളാണ്.
ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ സ്ഥലം. 100 വർഷം പഴക്കമുള്ള സാധനങ്ങളാണ് ഈ കൂട്ടിയിട്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന മിക്ക പിടിക്കും ഒരു പ്രത്യേകത ഉണ്ട്, എല്ലാം നല്ല പഴക്കമുള്ള സാധനങ്ങളാണ്. നേരത്തെ ചെയ്ത അത് നമ്മുടെ കുതിരാലയം, അതിനൊരു 100 വർഷം പഴക്കമുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ, നിങ്ങൾ ഈ കാണുന്ന ഈ മാർബിൾ ഈ കട്ടിങ്സിനെല്ലാം ഇതിനെല്ലാം ഒരു 100 വർഷം പഴക്കമുണ്ട്. അപ്പം നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ തീർച്ചയായിട്ടും പുരാതനമായ കാഴ്ചകൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ വീണ്ടും വീഡിയോസ് ചെയ്യാൻ എനിക്കൊരു പ്രചോദനം വന്നത്. തീർച്ചയായിട്ടും ഇനിയും നിങ്ങളുടെ കൂടുതൽ സപ്പോർട്ടുകൾ ഞാൻ പ്രതീക്ഷിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആ കല്ലുംകൂട്ടത്തിൽ നിന്ന് കുറച്ച് മേളിലേക്ക് വന്നിരിക്കുകയാണ്. ആ മെറ്റമ്പുറത്തുള്ള മനോഹര ദൃശ്യങ്ങളാണ് നമുക്ക് ചുറ്റും കാണുന്നത്. അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിൻ്റെ പേരാണ് ശങ്കുരണ്ടൻപാറ ക്ഷേത്രം. ഈ സ്ഥലമുള്ളത് നമ്മുടെ മൂന്നാർ കുമ്പളി ഹൈവേയിൽ പുറ്റടി എന്ന് പറയുന്ന ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ നിന്നൊരു 2-3 മിനിറ്റ് ട്രാവൽ ചെയ്യുമ്പം ലെഫ്റ്റ് ഒരു കട്ടിങ് ഉണ്ട്. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഈ സ്ഥലത്തേക്കാണ് എത്തുന്നത്. ഇതിന് ആക്യുറേറ്റ് ആയിട്ടൊരു ലൊക്കേഷൻ പറയാൻ പറ്റില്ല. ഈ മെട്ട് അറിയപ്പെടുന്നത് മംഗളാദേവി മെട്ടെന്നാണ്. അപ്പോൾ നമുക്കിങ്ങനെ ചുറ്റും കാണാൻ കഴിയും. ഈ ഇടുക്കിയുടെ മനോഹാരിത എടുത്തറിയിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇടുക്കിയിൽ എവിടെ പോയാലും കാണാൻ പറ്റുന്ന ഒരു ഒറ്റ സംഭവമാണ് മനോഹാരിത. അത് നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്ത സംഭവങ്ങൾക്ക് അതീതമാണ്. ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ സ്ഥലം വന്ന് കാണണമെന്ന് ഞാൻ അറിയിക്കുന്നു. ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ കഴിയുന്നവരെല്ലാവരും ഇടുക്കി വഴി വരുമ്പോൾ തീർച്ചയായും ഈ സ്ഥലം കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് ഈ സ്ഥലത്തിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ ക്വാറി നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഞാൻ ആ കല്ലിൻ്റെയൊക്കെ മണ്ടേ കയറി ഇരിക്കുകയാണ്. ഇതിൻ്റെ മണ്ടേ കയറാൻ എനിക്ക് ഈ വണ്ണമൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പാടാണ്. പിന്നെ എങ്ങനെയൊക്കെ വലിഞ്ഞ് കയറിയതാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഇടുക്കി ജില്ലയിൽ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇങ്ങനെ കിടക്കുക. പക്ഷെ അവിടെയൊക്കെ പോകാനായിട്ട് നമുക്ക് നല്ല സപ്പോർട്ട് ആവശ്യമാണ്. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ കാണാതെ കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളെ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുന്ന വിശ്വാസത്തോടെ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ, ദിസ് ഈസ് ആഷിഖ് സൈനിങ് ഓഫ്.